ഇക്കഴിഞ്ഞ ദിവസം ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 ജീവനുകൾ അവരുടെ ജീവിതം അവസാനിപ്പിച്ചതായിട്ട് നമ്മളെല്ലാം അറിയുവാനിടയായിട്ടുണ്ട്. ആ കുടുംബത്തിൽ 4 പേരായിരുന്നില്ല, 5 പേരായിരുന്നു എന്നുള്ളതാണ് പുതിയൊരു അറിവ്. കാരണം ആ കുടുംബിനി ഗർഭിണി കൂടിയായിരുന്നു. അങ്ങനെ കുടുംബനാഥനും ഭാര്യയും 2 മക്കളും എന്നുള്ളത് 3 മക്കളാണ്. അങ്ങനെ 5 ജീവനുകളാണ് ആ ഒരു സംഭവത്തിനകത്ത് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായത്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നതിൻ്റെ പിന്നിൽ വട്ടിപ്പലിശക്കാരും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ പണമിടപാട് സംഘങ്ങളും അതുപോലെ തന്നെ ചില ഓൺലൈൻ ആപ്പുകളും ഇതെല്ലാം വളരെയധികം കാരണക്കാരാകുന്നുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി പൊതുസമൂഹത്തിൽ നിന്നും ഉണർന്നു വന്നുകൊണ്ട് ഇത്തരം ചൂഷണക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുന്നതിലേക്കായിട്ട് നമ്മൾ വളരെയധികം ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഭരണവർഗത്തിന് ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഉണർത്തുന്നതിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ഉണർവുണ്ടാകണം. അതോടൊപ്പം തന്നെ നിയമ സംവിധാനവും അതിശക്തമായി ഇത്തരം കാര്യങ്ങളിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇത്തരം ചൂഷകരെ, ഇത്തരം ക്രിമിനലുകളെ, ഇത്തരം ഗുണ്ടകളെ എല്ലാം ഒതുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൻ്റെ രീതി അനുസരിച്ച് ആരിൽ നിന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിയമപരമായി അവർക്കത് വസൂലാക്കാനായിട്ടുള്ള പല സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ അവരതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വെറും ഗുണ്ടകളെപ്പോലെ, അതായത് കൊള്ള സംഘങ്ങളെപ്പോലെ ഓരോ കുടുംബങ്ങളിലും കയറി വന്നുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും വളരെ നീചമായ രീതിയിൽ അപമാനിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ അവരെ സമൂഹ മധ്യത്തിൽ വളരെ നാണം കെട്ടവരാക്കി ഒരു രീതിയിലും അവർക്ക് പിന്നീട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആ ഉപ്പുതറയിലെ ആ ഒരു സംഭവം പോലും കൂടെ പല മെയിൻ ചാനലുകളെല്ലാം AC റൂമിലിരുന്നുകൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്ത് വളരെ ശുഷ്കമായ രീതിയിലാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. എങ്കിൽ പോലും കൂടെ അപൂർവം ചില ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഹാർഡ് ഫാർമർ പോലുള്ള ചാനലുകൾ അക്കാര്യത്തിനകത്ത് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സാധാരണക്കാരുടെ വേദനകൾ അല്ലെങ്കിൽ സാധാരണക്കാർ മരണപ്പെടുമ്പോഴൊന്നും വലിയ മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവർക്കാകെപ്പാടെ ഒരു ഹെഡ്ലൈൻ വാർത്ത മാത്രം കൊടുത്തു അവർ മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ അതിശക്തമായ പ്രതികരണം എപ്പോഴും പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിൽ നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പരിണതഫലം കൂടിയാണ് ഈ ഒരു സംഭവവികാസത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെതിരെ പൊതുസമൂഹം ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ നിയമ സംവിധാനത്തെ നമ്മൾ ഉണർത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ ഒരു ഷൈനിയും 2 കുഞ്ഞുമക്കളും ദൈവാത്മാക്കൾ എന്ന് പറയപ്പെടാവുന്ന രീതിയിലുള്ള അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് മുൻപന്തിയിൽ നിന്നതും അവരെ തുടച്ചു നീക്കിയ ക്രിമിനൽ സംഘത്തിൽ ഉന്നതനായിട്ട് അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് നിന്ന് ആ കാർമ്മികത്വം വഹിച്ചത് ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ച ഒരു സാത്താൻ പുരോഹിതൻ ആണ് എന്ന് പോലും കൂടെ ആ സഭയിലെ ഒരു അംഗമായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. കാരണം ആ 3 പേര് ദൈവാത്മാക്കളല്ലെങ്കിൽ പിന്നെ ആരാണ്? ആ 3 പേരെ ദൈവാത്മാക്കളാകുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മരിച്ചുപോയ ഒരൊറ്റ വ്യക്തി പോലും ദൈവാത്മാക്കളാകില്ല എന്ന് എൻ്റെ എല്ലാവിധമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടിയുറച്ച ആണയിട്ട് പറയുന്നു. അത്രയും നല്ല ദൈവാത്മാക്കളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഒരിക്കലും ഒരു ക്രിസ്തീയ പുരോഹിതനായിരിക്കില്ല. അത് ക്രിസ്തീയ പുരോഹിത വേഷം ധരിച്ച സാത്താൻ്റെ പുരോഹിതൻ തന്നെയാണ്. കാരണം ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇത്തരം പുരോഹിതന്മാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. ക്രിസ്തുവിനെ കൊലപ്പെടുത്തിയത് പോലും 2500 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ കൊലപ്പെടുത്തിയത് പോലും അന്നത്തെ പുരോഹിതവർഗം ആയിരുന്നു. ആ പുരോഹിതവർഗത്തിൻ്റെ അവശേഷിക്കുന്ന ശേഷിപ്പായിട്ടുള്ളവരാണ് ഈ ഇത്തരത്തിലുള്ള പുരോഹിതൻ എന്നുള്ളതും നമ്മൾ ദൈവവിശ്വാസികൾ എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ഇനിയെങ്കിലും ജ്ഞാനായ കത്തോലിക്ക സഭ അതിശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടും ഇത്തരം കള്ള നാണയങ്ങളെ, ഇത്തരം യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയടിച്ച കുഴിമാടങ്ങളെ ഈ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ നിന്നും അവരുടെ പൗരോഹിത്യ വേഷത്തിൽ നിന്നും പൗരോഹിത്യ കർമ്മത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തീയ ചൈതന്യം സഭയിൽ നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഉണ്ടാവണം എന്ന് അതിശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി പ്രവർത്തിക്കണം എന്ന് എല്ലാ ജ്ഞാനായ സഭാ അംഗങ്ങളോടും എല്ലാ ദൈവവിശ്വാസികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.